ഉമ്മാനും ബാപ്പാനും പേരിൽ നിർബന്ധമുള്ള കാര്യം എന്താ സഹോദരന്മാരെ സഹോദരിമാരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കലാണ്. അള്ളാന്റെ ഹബീബിനെ മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കലാണ്. നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിദ ബിമക്ക. മുത്തുനബിനെ പ്രസവിക്കപ്പെട്ടത് മക്കയിലാണ്. മുത്തുനബിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ അതല്ല, ഇപ്പൊ ശരീരം, ഡ്രസ്, തല, മുടി ഒക്കെ ഫാസിഖീങ്ങളെ കോലത്തിലാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു കുട്ടിന്റെ തല മുഅ്മിനായ മനുഷ്യന്റെ തല ഉണ്ടാവില്ല. ഒരു കുട്ടിന്റെ ശരീരം മുഅ്മിനായ മനുഷ്യന്റെ തലയല്ല. പെണ്ണ് പാന്റ്, ടീഷർട്ട്, കുറെ പെണ്ണുങ്ങളുണ്ട്, ഇട്ടവരുണ്ടെങ്കിൽ അവരെ പറ്റിയ ഞാൻ പറഞ്ഞത്. ലഅനല്ലാഹുൽ മുശബ്ബിഹാത്തി ബിർരിജാൽ. ആണുങ്ങളോട് തുല്യമാകുന്ന പെണ്ണുങ്ങൾ അല്ലാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. ആ ലാനത്താക്കപ്പെട്ട വേഷം, ആ ലാനത്താക്കപ്പെട്ട കോലം ഉണ്ടായിരുന്ന വീടിൽ ലാനത്താണ് സഹോദരന്മാരെ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു കാണാം, ലാനത്ത് പറയപ്പെട്ട തെറ്റ് അത് കബീറത്താണെന്നതിൽ സംശയമില്ല. ഇനി എവിടെ നമ്മൾ കുട്ടികൾക്കൊക്കെ റോട്ടിൽ പെൺകുട്ടികളെ കാണാൻ വയ്യപ്പോ ഒക്കെ ആൺകുട്ടികളാ, ഒക്കെ പാന്റ്, ടീഷർട്ട്, എല്ലാരും ഉണ്ടാവും. ഇതിൽ സഹോദരന്മാരെ മരിച്ചു പോവാനുണ്ട്. നമ്മള് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായി മരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആണിനും പെണ്ണിനും ഒക്കെ അള്ളാഹുവും അവൻ്റെ ഹബീബായ തങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കോലം പറഞ്ഞിട്ടുണ്ട്. ആ കോലത്തിലല്ലാതെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തി തൊപ്പീൻ്റെ എടുത്തു നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ നല്ല രസമുണ്ട്, അത് വേറെ. അതല്ല, ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ചെറിയ മക്കൾ നടക്കും. ഞാനിത് എല്ലാ പെണ്ണുങ്ങളും കിട്ടിയ സഹസായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പെണ്ണുങ്ങളാണ് ഇതിനൊക്കെ മുമ്പിലുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ആ ബാർബർ ഷാപ്പിൽ എടുക്കുമ്പോൾ ഒരു പെണ്ണ് കുട്ടിയായിട്ട് വന്നിക്കണം. ഇങ്ങോട്ട് പറയാം, അത് കുറച്ച് മുമ്പാട്ടോ, അപ്പാച്ചി മോഡലാക്കി കളി പറഞ്ഞിട്ടുങ്ങാണ്ട് ഒരു പെണ്ണിനെ കുട്ടിക്ക് കൊടുത്തിട്ട് അവസാനം കൊടുത്തിട്ട് പറയാണ്. ആലോചിച്ച് നോക്കാൻ, ആ കുട്ടീനെ തല പോയില്ലേ, തല പോയ തെങ്ങുമാരിയേ, എന്ത് കാര്യമുണ്ട്? ഈ തല കൊണ്ടാ സുജൂദ് ചെയ്യണേ. ഞാൻ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കി. സലാമുസ്താദ് സ്ട്രോങ് ആണ് അങ്ങോട്ട് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണ്ട. അള്ളാഹ്ക്ക് വേണ്ടി ഈ തല കറാഹത്ത് ദായിമാക്കിയ ചിലപ്പോൾ ഹറാം വരെ വരും. ഇങ്ങോട്ട് ആ തലയുണ്ടാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിക്ക് പോണത്. ഇഴിച്ചാട്ടലല്ലേ സഹോദരന്മാർ? അതുകൊണ്ട് ലാസ്റ്റ് ഈ റജബിൽ നമ്മൾ തീരുമാനം എടുക്കുക, അള്ളാഹുവെ ഞങ്ങളെല്ലാം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് ഹബീബായ തങ്ങളോടുകൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.